മനസ്സിൽ അത് ശരിയാണെന്ന് തോന്നണം. ഇപ്പം നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ഇയർ BSc കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി വന്നു. നിങ്ങൾക്കൊരു സംശയം, കെമിസ്ട്രി തന്നെയാണോ വേണ്ടത്, ഫിസിക്സ് ആയിരുന്നോ വേണ്ടത്? സാരില്ല, പോട്ടെ, കെമിസ്ട്രി കിട്ടി, അപ്പോൾ കെമിസ്ട്രി ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് കൺവിക്ഷൻ ഇല്ല, നമുക്ക് കൺഫ്യൂഷനാണ്, മനസ്സിലൊരു ആശങ്കയാണ്. അയ്യോ, ഇതായിരുന്നു നല്ലത്, ഇതിനേക്കാൾ നല്ലത് മറ്റേതല്ലേ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പുറത്തേക്ക് പോയി അടുത്ത ആളോട് ചോദിക്കും, ഞാൻ കെമിസ്ട്രിയാണ് എടുത്തത് എന്നുള്ള ആ നമ്മുടെ ടോണിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമില്ല, എന്തോ കൺഫ്യൂഷൻ. അപ്പോൾ അയ്യോ, കെമിസ്ട്രിയാണ് എടുത്തത്, കെമിസ്ട്രിക്ക് ഒരു സ്കോപ്പും ഇല്ല, ഫിസിക്സിനാണ് എല്ലാ സ്കോപ്പും എന്ന് അദ്ദേഹം മറുപടി പറയും. അപ്പോൾ നമ്മൾക്ക് എത്രത്തോളം കൺഫ്യൂഷൻ ഉണ്ടോ, നമ്മൾ ചോദിക്കുന്ന ആളുകൾ ആ കൺഫ്യൂഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് നേരെ തിരിച്ച് കൺവിക്ഷൻ ആണെങ്കിലോ, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയത്തിൽ A+, 12th മുഴുവൻ വിഷയത്തിൽ A+, അങ്ങനെയുള്ളൊരു കുട്ടി BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. ഉടനെ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു എന്ന് പറയുമ്പോൾ ആ കുട്ടി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത അയ്യോ, നിങ്ങൾ ഇത്രയും വലിയ മാർക്ക് കിട്ടിയ വേറെ ജോലി പഠിക്കണ്ടല്ലോ. പക്ഷേ കുട്ടി വളരെ ക്ലിയർ ആയിരിക്കും, എൻ്റെ ലക്ഷ്യം സിവിൽ സർവീസാണ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവാനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്നുള്ള വളരെ ക്ലിയർ ആണ്. ആ കുട്ടിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ആരും കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ആളുകളൊക്കെ പതുക്കെ ഈ ഒരു ജോലിയുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയും. ഓ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് ജേർണലിസം പഠിക്കാനാണ് താല്പര്യം, ശരി, വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, എനിക്കറിയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ജേർണലിസം പഠിച്ച ഒരാൾ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പീപ്പിൾ വിൽ സ്റ്റാർട്ട് പോസിറ്റീവ്ലി അഫേമിങ് യുവർ ഡിസിഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക, ഈ കോളേജ് ചൂസ് ചെയ്തതിലുള്ള, ഈ വിഷയം ചൂസ് ചെയ്തതിലുള്ള പൂർണ്ണമായ മനസ്സോടുകൂടിയുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതില്ലെങ്കിൽ നിങ്ങൾ ദയവായി കോളേജോ കോഴ്സോ മാറ്റുക. അത്രയും കൺഫ്യൂഷൻ ഉണ്ട്, ഇതല്ല എൻ്റെ വഴി, ഞാൻ ആർക്കോ വേണ്ടി ഇത് തിരഞ്ഞെടുത്താണ്, എന്തായാലും ശരിയാവില്ല എന്നാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ്. എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ചൊരു കുട്ടി BTech ഫസ്റ്റ് ഇയർ, അദ്ദേഹത്തിന് 10-12 പേപ്പറുണ്ട്, 10-12 പേപ്പറുണ്ട്, അതിൽ 6 എണ്ണം കിട്ടിയില്ല. അപ്പോൾ BTechൻ്റെ സെക്കൻഡ് ഇയറിൽ തുടങ്ങിയപ്പോഴേക്കും അതിലുള്ള 6 പേപ്പറിൽ 4 കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ അറിയാം ഇതല്ല എൻ്റെ വഴിയെന്ന്. അപ്പോൾ ഈ റിസൾട്ട് കൂടെ ആയതോടുകൂടി അദ്ദേഹം 1 കൊല്ലം നഷ്ടപ്പെടുത്തിയെങ്കിലും 1.5 വർഷമായപ്പോഴേക്കും മതിയാക്കി. അദ്ദേഹത്തിൻ്റെ വഴി എന്താണ്? മാർക്കറ്റിംഗ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം സെയിൽസാണ്, കാര്യങ്ങൾ വിൽക്കുക എന്നുള്ളതാണ് നാച്ചുറൽ ടാലൻറ്റ്. അപ്പോൾ ഡിഗ്രി അവിടെ വെച്ച് അവസാനിപ്പിച്ചു, സെയിൽസിലേക്ക് പോയി. സെയിൽസിൽ വേറെ പഠിച്ചിട്ടില്ല, നേരെ ജോലിയിലേക്ക് പോയി. പിന്നെ ഞാനൊരു 10 കൊല്ലം കഴിഞ്ഞ് വിളിക്കുമ്പോൾ, ഞാൻ ഇവിടുന്ന്, എൻ്റെ വീട് കണ്ണൂരാണ്, അപ്പോൾ കണ്ണൂരേക്ക് ട്രെയിനിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിലാണ് വരിക. സോ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മേഖല അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം കാണിച്ചു. ഇപ്പോൾ കണ്ണൂർ ടു ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ അദ്ദേഹം വരുന്നു, ഞങ്ങൾ ട്രെയിനിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു ലോജിക്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമാണെന്നുള്ളത്, നിങ്ങളുടെ എടുത്ത തീരുമാനത്തിൽ പൂർണ്ണമായ എന്ത് വേണം? കൺവിക്ഷൻ വേണം. എൻ്റെ കോഴ്സ് എനിക്ക് യോജിച്ചാണ്, എനിക്ക് ഇഷ്ടമുള്ളതാണ്, ഈ കോളേജ് എനിക്ക് യോജിച്ചാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആളുകൾ കൂടുതൽ കൺഫ്യൂഷനാക്കി നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും. സോ അതാണ് എനിക്ക് ഫസ്റ്റ് തരാനുള്ള ഒരു അഡ്വൈസ്. ബി വെരി ക്ലിയർ ഓൺ യുവർ ഡെസിഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് പറയാം. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തിനായിരിക്കും? ഒരുപക്ഷെ മാർക്ക് കിട്ടാനല്ലേ? അല്ലേ? മാർക്ക് കിട്ടാൻ വേണ്ടി എല്ലാവരും മാർക്ക് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. മാർക്കിന് ആവശ്യമില്ല, മാർക്കൊന്നും ആവശ്യമില്ല. പഠിക്കുന്നത് നമ്മൾ നോളജിനാണ് എന്ന് ഞാൻ ഒരാളോട് വെറുതെ പറഞ്ഞു നോക്കി. നമ്മൾ പഠിക്കുന്നതിനാണ്, അറിവ് നേടാനാണ്. അപ്പോൾ തിരിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പഠിച്ചിട്ട് മാർക്ക് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് IAS കിട്ടിയത്. അപ്പോൾ മാർക്ക് IAS കിട്ടണം, എനിക്ക് എല്ലാ നോളജും ഉണ്ട്, പക്ഷേ മാർക്കില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം മാർക്ക് കിട്ടുന്നത് കൊണ്ടുള്ള നേട്ടം അനുഭവിച്ച ശേഷം മാർക്കിലൊന്നും കാര്യമില്ല, നോളജാണ് കാര്യം എന്ന് പറയുന്നത് തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സോ യു അസസ് ബോത്ത് സൈഡ്സ്, 2 വശവും നോക്കുക. പഠനത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനി 4 വർഷക്കാലല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നിങ്ങൾ ഈ പഠിക്കുന്ന വിഷയത്തിൽ നല്ല നോളജ് വേണം. അപ്പോൾ മാർക്കിന് വേണ്ടി പഠിക്കരുത് എന്നുള്ളതാണ്. മാർക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. നമ്മൾ പഠിക്കുന്നത് നോളജിന് വേണ്ടിയായിരിക്കണം. കാരണം നിങ്ങളുടെ ഡിഗ്രി
ഡിഗ്രിയിലുള്ള വിഷയം നിങ്ങൾ ഏത് ഘട്ടത്തിൽ പോയാലും അതൊരു ചോദ്യമായിട്ട് വരും. ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് ഡിഗ്രി പഠിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഞാൻ എടുത്തത് മലയാള സാഹിത്യവും ജോഗ്രഫിയാണ്. പക്ഷേ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂവിന് പോയാൽ ഉടനെ അവർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചോദിക്കും, എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വെച്ചാൽ പഠിക്കണം. അപ്പോൾ അന്ന് മാർക്കിന് വേണ്ടി പഠിച്ചിട്ട് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിയില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു നോളജ് 4 വർഷക്കാലത്തുള്ള നിങ്ങളുടെ നോളജ് വളരെ പ്രധാനപ്പെട്ടാണെന്നുള്ളതുകൊണ്ട് ഓരോ കാര്യവും ചിന്തിക്കുക. എങ്ങനെ മാർക്കിന് വേണ്ടി അല്ലാതെ എങ്ങനെ നോളജിന് വേണ്ടി പഠിക്കും? നമ്മൾ വായിക്കുക, പഠിക്കുക, മനസ്സിൽ ഓർമ്മിക്കുക, മറ്റാരോടെങ്കിലും പറഞ്ഞു നോക്കുക. സോ ഒരാളോട് നമ്മൾ പറയുമ്പോൾ നത്തിങ് ലൈക്ക് ദാറ്റ്. പറയുമ്പോൾ നമുക്ക് നോളജ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ പഠിച്ച കാര്യം മറ്റൊരാളെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന രീതിയിലേക്ക്, സംസാരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ യു ഹാവ് നോളജ്. അപ്പോൾ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യും. അദ്ദേഹം പറയല്ല ഇത് മാത്രം പോരാ, കുറച്ചുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞ്. സോ നോളജ് വിൽ ഇൻക്രീസ്. സോ നോളജിന് വേണ്ടി പഠിക്കണം. 12th വരെ പോട്ടെ, സാരമില്ല. ഡിഗ്രി എന്തായാലും നോളജിന് വേണ്ടി പഠിക്കണം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ നോളജാണ് ഇനി ഭാവിയിൽ പല സമയത്തും ഒരു പക്ഷേ നിങ്ങൾ ഇതേ മേഖലയിൽ കണ്ടിന്യൂ ആയിരിക്കും. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന കുട്ടി ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ PhD എടുക്കുമായിരിക്കും. അപ്പോൾ PhD എടുക്കാൻ വേണ്ടി ഫിസിക്സിന് പോകുമ്പോൾ അവിടെ ഡിഗ്രിയുടെ യാതൊരു ബേസിക്സും ഇല്ല, നോളജും ഇല്ലെങ്കിൽ PhD എടുക്കാൻ പറ്റില്ല. സോ പ്ലീസ് ലേൺ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്റ്റ്. എത്രത്തോളം ഡെപ്തിൽ പോകാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിൽ പോവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സജഷൻ. സോ വൺ ഇസ് ബി വെരി ക്ലിയർ ഓൺ നിങ്ങളുടെ ഡിസിഷൻ. നമ്മുടെ തീരുമാനം നമ്മൾ ഓൺ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശരിയാക്കില്ല. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്, പഠിക്കുന്നത് ഇപ്പോൾ നോളജിന് വേണ്ടി പഠിച്ചില്ല, മാർക്കിന് വേണ്ടി പഠിച്ചു, അയ്യോ എനിക്ക് ഷോർട്ട് ടേം ഗോൾ വെക്കരുത്. ഓക്കെ, അടുത്ത ഫസ്റ്റ് ക്വാർട്ടറാണോ ഹാഫ് ഇയർ അല്ല എങ്ങനെ അസസ്മെൻറ്റ് വരിക? ശരി. അപ്പോൾ ആദ്യത്തെ സെമിസ്റ്റർ, അതിനിടയിലുള്ള അസൈൻമെൻറ്റ്, അപ്പം നാളത്തെ അസൈൻമെൻറ്റിന് വേണ്ടി ഈ ആഴ്ച പഠിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത സെമിസ്റ്ററിന് വേണ്ടി അങ്ങനെ ചെയ്യരുത്. അതൊക്കെ വന്നോളൂ, മാർക്കൊക്കെ വന്നോളൂ. നോളജ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ യാതൊരു നോബഡി വിൽ സ്റ്റോപ്പ്. സോ നോളജിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായി നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു സജഷൻ, കഴിഞ്ഞ ദിവസം ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ അവാർഡ് കിട്ടിയൊരു കുട്ടിക്ക് സമ്മാനം കൊടുത്തു. അപ്പോൾ സമ്മാനം കൊടുത്തപ്പോൾ ആ കുട്ടി ഡിഗ്രി കഴിഞ്ഞിട്ട് പോവാണ്. BTech കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അപ്പോൾ ഇനി എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചു. എന്താ പ്രോഗ്രാം? അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഉത്തരം, ഞാൻ PSC കോച്ചിങ്ങിന് പോകാൻ പോവാണ് എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ശരി, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ആ കുട്ടി ചെയ്തൊരു തെറ്റെന്താണ്? ഇറ്റ്സ് ഓൾ മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ എന്താ കുട്ടി ചെയ്തത് തെറ്റ്? എന്തെങ്കിലും സജഷൻ ഉണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ PSC കോച്ചിങ്ങിന് ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് പോകുന്നത് തെറ്റാണോ? അതൊന്നും നോക്കണ്ട, അത് ഒരാളുടെ ഇഷ്ടമാണ്. കറക്റ്റ്, അതാണ് ഉത്തരം. ഈ 4 വർഷം BTechൻ്റെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സമയത്ത് ആ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. സോ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യു ഷുഡ് ഹാവ് വെരി ക്ലിയർ ഗോൾ. അടുത്ത 4 വർഷം കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും? അപ്പോൾ ആ കുട്ടി 4 വർഷം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. 4 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി PSC പഠിക്കാൻ വേണ്ടി പോകണം. സോ ഷീ ഹാസ് നോട്ട് സ്റ്റാർട്ടഡ് എനിത്തിങ്. അതിന് പകരം ആ ഒരു കുട്ടി ഒരു ദിവസം ഒരു 10 മിനിറ്റ് PSC കോച്ചിങ്ങിന് വേണ്ടി പഠിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ചിരുന്നെങ്കിലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. ഞാനും എൻ്റെ ഡിഗ്രി സമയത്ത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. ഇപ്പം പറയാൻ വളരെ എളുപ്പമാണ്, ഇന്ന് ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് എനിക്കൊരു ലക്ഷ്യം വേണമെന്ന്. ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ലക്ഷ്യത്തിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി 5-6 മാസം എടുക്കുമായിരിക്കും. സാറിൽ ടേക്ക് യുവർ ഓൺ ടൈം. പക്ഷേ ഈ കോളേജിൽ നിങ്ങൾ ഓരോരുത്തരും അടുത്ത 4 വർഷം ഈ ക്യാമ്പസിലേക്ക് വരികയും ക്യാമ്പസിന് പോവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു ലക്ഷ്യമായിരിക്കണം. അത് മാർക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കിന് വേണ്ടി പഠിക്കലോ അല്ലെങ്കിൽ നോളജിന് വേണ്ടി പഠിക്കലോ ഒക്കെ നടക്കട്ടെ. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത 5 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ആയിത്തീരണം എന്നുള്ള ഒരു ലക്ഷ്യം, അതിന് ചെറിയൊരു എഫേർട്ട് ഇപ്പോൾ എടുത്തോളാം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കുക. ഡിഗ്രി കഴിയുമ്പോഴേക്കും ജോലി കിട്ടണം, അല്ലെങ്കിൽ കൂടുതൽ പഠിച്ചാലും ജോലി കിട്ടണം. അപ്പോൾ ജോലി എങ്ങനെ വേണം, അല്ലെങ്കിൽ അടുത്ത ഹയർ സ്റ്റഡീസ് എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ലക്ഷ്യബോധം നമുക്ക് ഓരോരുത്തരും വേണം. ലക്ഷ്യബോധമുള്ള കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു M.Tech ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു കുട്ടിക്ക് ഈ M.Techൻ്റെ എൻട്രൻസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യയിൽ ടോപ്പ് റാങ്ക് ഉണ്ടായിരുന്നു.
അതിന് പെർസെൻറ്റേജായിട്ടാണ് പറയാം, 99.98% എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇതിനോട് ചോദിച്ചു എങ്ങനെ ഇത്രയൊക്കെ വലിയ മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ, അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥ, ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്ത് വേണമെന്ന് തീരുമാനിച്ചു. എനിക്ക് 5-6 മാസം എടുത്തു എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ. തിരിച്ച് വേറെ കോഴ്സ് ചെയ്യണോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണോ, അല്ല PhD ചെയ്യണോ, അല്ല ജോലി ചെയ്യണോ എന്നൊക്കെയുള്ള തീരുമാനത്തിന് കുറച്ച് സമയം എടുത്തുവെങ്കിലും ഫൈനലി ഞാൻ തീരുമാനിച്ചു ഒരു ഹയർ സ്റ്റഡീസ് ചെയ്തേക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തതിൻ്റെ ആ ദിവസം മുതൽ എല്ലാ ദിവസവും ഞാൻ 1 മണിക്കൂർ പഠിക്കുമായിരുന്നു. സോ 3.5 വർഷം, ആദ്യത്തെ 6 മാസം തീരുമാനം എടുക്കാൻ 3.5 വർഷം എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ അദ്ദേഹം 1 മണിക്കൂർ അടുത്ത എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു. സോ 1 മണിക്കൂർ ഒരു ദിവസം പഠിച്ചപ്പോൾ വളരെ കൃത്യമായ ലക്ഷ്യമാണ്, ഒരു ടെൻഷനുമില്ല. അദ്ദേഹം എഴുതിയ അപ്പോൾ തന്നെ 99.98% കിട്ടി വന്നു. അത് ഏതിനായാലും, നിങ്ങളുടെ അടുത്ത കോമ്പറ്റേറ്റീവ് എക്സാമിനായാലും ജോലിയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയായാലും എന്തിനു വേണ്ടിയായാലും നിങ്ങളുടെ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ എന്ത് ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ചില ആൾക്കാർ വളരെ കുറച്ചുകൂടെ വിഷണറി ആണെങ്കിൽ നെക്സ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒക്കെ ലക്ഷ്യം വെക്കാൻ പറ്റും. പക്ഷെ നോക്കണ്ട, ഒരു ലക്ഷ്യബോധത്തോടെ വർക്ക് ചെയ്യണം. ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യത്തിന് വേണ്ടിയുള്ള വളരെ ലക്ഷ്യബോധം വേണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സജഷൻ. മറ്റേത് രണ്ടും ഓക്കെ, പക്ഷേ ലക്ഷ്യബോധം വിൽ ടേക്ക് യു ടു നെക്സ്റ്റ് ലെവൽ. ലക്ഷ്യബോധം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു പലരും നയിക്കുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി 4-മത്തെ ഒരു സജഷൻ, ഒരുപക്ഷെ നമ്മൾ ഇതുവരെയുള്ള സമയത്ത് നിങ്ങൾ ഓരോരുത്തരും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ചട്ടക്കൂടിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക. സ്കൂളിലും കോളേജും തമ്മിലുള്ള വ്യത്യാസം അതാണല്ലോ. സ്കൂളിൽ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടൈമിംഗ് ഉണ്ടാവും, യൂണിഫോം ഉണ്ടാവും. അതുകൊണ്ട് എന്താ ഗുണമുണ്ട്, ദോഷമൊന്നുമില്ല. അപ്പോൾ പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ക്ലാസ് മുറി എന്നുള്ളൊരു തലത്തിലേക്കാണ് നമ്മൾ, ആ ഒരു ചിന്തയിലേക്കാണ് പോകുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഈ 4 വർഷം ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം, പരമാവധി നെറ്റ്വർക്കിങ്ങിലേക്ക് പോകണം. അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. മലയാളം വേർഡ് പരമാവധി ആൾക്കാരുമായി സംസാരിക്കണം, അല്ലെങ്കിൽ പരമാവധി പ്രോഗ്രാമുകൾ പങ്കെടുക്കണം. പ്രായോഗികമായിട്ട് നമ്മൾക്ക് പല ആളുകളുമായി സംസാരിക്കാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ വെറുതെ പോയി ഹലോ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ സംസാരം മുന്നോട്ട് പോകില്ല, ഒന്ന് പരിചയപ്പെടലിലേക്ക് പോകുള്ളൂ. പകരം നിങ്ങളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഇവിടെ ഒരു കലാപരിപാടി ഉണ്ടെങ്കിൽ കലാപരിപാടി സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാടകം വരുമ്പോൾ ഞാൻ പേര് കൊടുക്കുക, നാടകത്തിൽ അഭിനയിക്കും. ആ നാടകത്തിൻ്റെ 10 പേരുമായിട്ട് നമ്മൾ ഒരു ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 400 കുട്ടികളും പല വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ചില ആളുകളുടെ അച്ഛൻ ചിലപ്പോൾ അഡ്വക്കേറ്റ് ആയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അഡ്വക്കേറ്റിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ LLB ലോ എന്ന് പറഞ്ഞ പ്രൊഫഷനെക്കുറിച്ച് ആ മറ്റേ കുട്ടിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ 12th കഴിയുന്നവരെ ഞാൻ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ജോലി എന്താണെന്ന് നമുക്കറിയില്ല, സിനിമയിലൊക്കെ കാണുന്നതിൽ അപ്പുറത്തേക്ക് നമുക്കറിയില്ല. അപ്പോൾ നിങ്ങളൊരു അഡ്വക്കേറ്റിൻ്റെ മകനോ മകളോടോ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലോ സംബന്ധിച്ച കുറച്ച് വിവരങ്ങളുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നതിലൂടെ ഓരോ കുട്ടികളുടെ ചിന്താഗതി നമുക്ക് മനസ്സിലാവും, ഓരോ കുട്ടികളുടെ അനുഭവത്തിലെ നോളജ് നമുക്ക് മനസ്സിലാവും, നമ്മുടെ അനുഭവം ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ചിന്ത വളരെ വിശാലമാവും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറ്റുള്ളൂ, എൻ്റെ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് നമ്മൾ വലിയൊരു ലീഡർഷിപ്പ് തലത്തിലേക്ക് പോകും. അപ്പോൾ കോളേജിലുള്ള 4 വർഷം ശരി, ഞാൻ എന്തായാലും പഠിച്ചേക്കാം. പഠിക്കുമ്പോൾ സബ്ജക്റ്റ് നോളജ് വളരെ കൃത്യമായിട്ട് പഠിച്ചേക്കാം. നല്ല വിഷയത്തിൽ നല്ല അറിവുണ്ട്. അതുപോലെ എനിക്ക് നല്ല വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. 4 കൊല്ലം കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും PSC പരീക്ഷ പാസ്സാകുമോ, സംതിങ് എൽസ്, ഞാൻ അടുത്ത ജേർണലിസ്റ്റ് ആവുന്നോ, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ പോലും ഇതിലപ്പുറത്തേക്ക് നമ്മൾക്ക് നമ്മുടെ നോളജ് ബേസ് വളർത്താനും വിശാലമായി ചിന്തിക്കാനും ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം. പരമാവധി ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യണം, ആക്ടിവിറ്റിയിൽ പങ്കെടുക്കണം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളിലേക്ക് പോവുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുമ്പോൾ നമുക്ക് വിചാരിക്കാത്ത അത്ര പുരോഗതിയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അത് നെറ്റ്വർക്കിങ്ങിന് അതിനെന്താ മലയാളത്തിൽ പറയാം, സൗഹൃദ വലയം എന്ന് പറയാം, കൂട്ടായ്മ. നിങ്ങൾ പരമാവധി ആളുകളുമായിട്ട് സംസാരിക്കുക. ഇവിടെ വന്നാൽ എത്രയും പെട്ടെന്ന് തിരിച്ച് പോകണം എന്നുള്ളതിലപ്പുറത്തേക്ക് ഇവിടെ വരുന്ന ഓരോ സമയവും പുതിയ ആൾക്കാരെ കണ്ടെത്താനും പുതിയ ആൾക്കാരോട് സംസാരിക്കാനും അങ്ങനെ പുതിയ ആക്ടിവിറ്റിയിലേക്ക് ചർച്ച ചെയ്യാനൊക്കെ പോകുക എന്നുള്ളത് ദാറ്റ് ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ 4 സജഷനായില്ലേ. 5-മത്തെ സജഷൻ, അത് ഇവിടെ ഇന്ത്യയിൽ എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല, മേ ബി വേറെ രീതിയിൽ പറയാം.
അഞ്ചാമത്തെ ഒരു സജഷൻ ഒരു ജോലി ചെയ്യുന്നു എന്നുള്ളൊരു സജഷനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ അടുത്തൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മോൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ 12th കഴിഞ്ഞ് നിങ്ങളെപ്പോലെ, നിങ്ങളിപ്പോൾ 12th കഴിഞ്ഞ് കാര്യവട്ടത്ത് വന്നു, ഇദ്ദേഹം 12th കഴിഞ്ഞ് സിഡ്നിയിലേക്ക് പോയി. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ വലിയ പൈസയൊക്കെ ആവില്ല, പിന്നെ അങ്ങനെ നമുക്ക് ഓപ്പൺലി ചോദിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു 25 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ അദ്ദേഹത്തിന് ഈ ഒരു വർഷത്തെ കോഴ്സിനാവുമെങ്കിൽ എത്രയാവും ചിലവ്, ഇനി അതൊക്കെ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കൂടുതൽ ഇതിലേക്ക് ചോദിച്ചില്ല. അപ്പോൾ ഓസ്ട്രേലിയയിൽ ചിലവൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സിലൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വിദ്യാഭ്യാസ വായ്പ എടുത്തു, ലോൺ പാസ്സായി, കുറച്ച് എമൗണ്ട് എടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ മോൻ ചെയ്യുന്നത് അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ശേഷം അവിടുത്തെ ഹോട്ടലുകളിൽ പോകുന്നു, ഹോട്ടലിൽ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു, അവിടെ പാത്രം കഴുകുന്നു, വളരെ അഭിമാനത്തോടെയാണ് ചെയ്യുന്നത്. അടുത്ത വർഷം എനിക്ക് പൈസ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് സത്യമായിരിക്കുമെന്ന് അറിയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഓഫീസിൽ ഈ കഥ ഇതേപോലെ പറഞ്ഞു. അപ്പോൾ ഓഫീസിൽ ഈ കഥ പറഞ്ഞപ്പോൾ ഈ കഥ കേട്ടിരിക്കുന്ന ഒരാൾ ഓഫീസിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു, സാറേ എൻ്റെ അനുഭവം ഇതാണ്, എൻ്റെ കുട്ടി കാനഡയിലേക്കാണ് പോയത്. കാനഡയിൽ പോയി 1ാമത്തെ വർഷം ഞങ്ങളൊരു പൈസ അയച്ചു കൊടുത്തു, 2ാമത്തെ വർഷം മുതൽ ഒരു പൈസ അദ്ദേഹം വാങ്ങിയിട്ടില്ല, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ 3 year വിത്തൗട്ട് മണിയാണ്, വിത്തൗട്ട് എനി റെമ്യൂണറേഷൻ, എങ്ങനെ പാർട്ട് ടൈം വർക്കിലൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 രീതിയിൽ ഇവിടെ നിങ്ങളുടെ പല സിറ്റുവേഷൻ, പഠിക്കാൻ വന്ന ആൾക്കാരോട് ജോലി ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു വർക്കിൻ്റെ കൂടെ ജോലി പഠിത്തത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൾച്ചർ വന്നിട്ടില്ല. എന്നാലും ചിന്തിക്കുക, മനസ്സിൽ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടോ? എല്ലാവർക്കും 18 വയസ്സായോ? 18 ആവുമല്ലേ? കുറച്ച് പേർക്കും കാര്യമുണ്ടാവില്ലേ? 18 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോളേജ് പഠനത്തിനിടയിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച ആൾക്കാരുണ്ട്, ഇന്ത്യയിലുണ്ട്. അതൊരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഒന്നുകിൽ ജോലി ചെയ്യണം എല്ലാവരും എന്ന് പറയുന്നില്ല, കാരണം പക്ഷേ ജോലി ചെയ്യുന്നതോറും നമ്മുടെ വളരെ എഫിഷ്യൻ്റായിട്ട് മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടിയുള്ള ഒരു സ്കില്ല് കൂടെ പഠിക്കാൻ ശ്രമിക്കുക. ദിസ് ഇസ് മൈ ജനറൽ സജഷൻ. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ജോലി ചെയ്യണമെന്ന് പറയുന്നില്ല, ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. ഒരു 4 വർഷം കൊണ്ട് നമ്മൾക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് പഠിച്ചൂടെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സ്കില്ല് പഠിച്ചൂടെ, അങ്ങനെ ചെറിയ ചെറിയ എക്സാമ്പിൾസ്. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ മറ്റൊരു ആവശ്യം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാം. സോ നമ്മൾക്ക് ജോലിയിൽ ഉപകാരപ്പെടുന്ന, ഇറ്റ് മേ നോട്ട് ബി, മേ ബി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ലിങ്ക്ഡ് വിത്ത് കരിയർ, അങ്ങനെ ഒരു സ്കില്ല് കൂടെ പഠിക്കാൻ, അത് നമ്മളുടെ പാഷനായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എഴുതി ഒരു 4 കൊല്ലം കൊണ്ട് കഥയൊക്കെ എഴുതുമ്പോഴേക്കും 4ാമത്തെ കൊല്ലം കഥ പബ്ലിഷ് ചെയ്ത് വരും. ബട്ട് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ് നിങ്ങളുടെ ആ സ്കില്ല് വളരെ ഫൈൻ ട്യൂൺ ആവും. ഈ ഒരു 4 വർഷം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു ആശയം കൂടി, നമ്മുടെ മനസ്സിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കൂടെ നിങ്ങളുടെ ഈ 4 വർഷം പരമാവധി പ്രയോജനപ്പെടുത്തണം. ഞാൻ ഈ 5 പോയിൻ്റ് പറയാനുള്ള കാരണം, ഞാൻ ഇതേപോലെ ഒരു കോളേജിൽ പോയപ്പോൾ, കോളേജിലെ IIT കാൺപൂരിൽ M.Tech ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്, അവിടെ IIT കാൺപൂരിൻ്റെ ഡയറക്ടർ അവിടെ ഇരിക്കുക. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക്, നിങ്ങൾ ഈ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ യു ക്യാൻ ബിക്കം എൻ എഞ്ചിനീയർ ഏർണിംഗ് 5,000 rupees per month. You can become an engineer earning 50,000 per month, or you can become an engineer earning 5 lakh per month. It is your choice. നിങ്ങൾ ഈ സ്ഥാപനത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ എഞ്ചിനീയർ ആയില്ല, ആ 3 ആയിട്ടില്ല. സോ ഐ ഓൾസോ ഡിസൈഡ് ഞാൻ ഇത് 3 ആവില്ല, വേറെ എന്തെങ്കിലും ജോലി ആവാമെന്ന് തീരുമാനിച്ചു. ബട്ട് ഈ സ്ഥാപനം അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തരും, അതിനുള്ള നോളജ് നിങ്ങൾക്ക് തരും. സോ ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ്. നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. മറ്റാരെയും ബോധ്യപ്പെടുത്തി ജീവിക്കണോ, സ്വയം 5,000 രൂപ പെർ മന്ത് വാങ്ങുന്ന ആളാവണോ, 5 ലക്ഷം, ഈ പണം എല്ലാം വലിയ കാര്യമെന്നുള്ള ഒരു ക്വാണ്ടിഫിക്കേഷനിലേക്കല്ല പോകുന്നത്. പക്ഷേ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അതായത് 5,000 5 ലക്ഷം തമ്മിലുള്ള വ്യത്യാസം ഏത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങളുടെ ഫ്രീഡമാണ്, നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. സോ ദോസ് വർ ഈ ഒരു 4 വർഷം എനിക്കിനി തിരിച്ചിട്ടില്ല. പണ്ട് ഇതേ സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിക്കണം എന്നല്ല, നല്ല രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു, കുറച്ചല്ല വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. സോ അതുകൊണ്ട് ഈ ഒരു 4 വർഷം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളതുകൊണ്ട്, സോ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് തിരിച്ച് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ള 5,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള ശമ്പളം വാങ്ങുന്ന ആളാവണമെന്നുള്ള തീരുമാനം. ദിസ് ക്യാമ്പസ് വിൽ ഗിവ് യു ഫ്രീഡം, ദിസ് ക്യാമ്പസ് വിൽ ഗിവ് യു ഓപ്പർച്യൂണിറ്റീസ്. മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഡു വെൽ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.